കഴിഞ്ഞ ദിവസം കപ്പ ഉണ്ടാക്കിയ വീഡിയോയിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു അതിന് കോമ്പിനേഷനായിട്ട് അയലക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ അയലക്കറിയുടെ റെസിപ്പി ഇടാൻ കുറച്ച് വൈകിയേ, വേറൊന്നുമല്ല, എനിക്ക് പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് അയലക്കറി ഉണ്ടാക്കാം. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, ഉലുവ, കറിവേപ്പില, ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള, പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ വെള്ളക്കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ കുടംപുളി ഇട്ടിട്ടുണ്ട്, കൂട്ടത്തിൽ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അയല പൊതുവേ ഇങ്ങനെ വെക്കുന്നതാണ് ഇവിടെ എനിക്കും ചേട്ടനും ഒക്കെ ഇഷ്ടം. പിന്നെ മാങ്ങ ഇട്ട് വെച്ചാലും കഴിക്കും, പിന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് വറുത്താലാണ് കേട്ടോ. അതിനുശേഷം അതേ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടേ. പിന്നെ നമുക്ക് പൊടികൾ ഓരോന്നായിട്ടിടാം. മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ചേ മല്ലിപ്പൊടി ഇടൂ കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇതിന് മെയിനായിട്ട് ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ആ പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചങ്ങോട്ട് കരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കേടായി പോകരുത്, പക്ഷെ നല്ലതുപോലെ പൊടി മൂക്കണം കേട്ടോ. പൊടി മൂക്കുന്നതനുസരിച്ചാണ് ഈ മീൻ കറിയുടെ ടേസ്റ്റ് കൂടുന്നത്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് കലക്കിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വലിയ ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ. ഈ പൊടി നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റേതായ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്ക്. അതുപോലെ തന്നെ അതേ ഈ കറിയിലേക്ക് ഒരിക്കലും തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കറി റെഡിയായി കിട്ടും, ആ പൊടികൾ തണുത്ത് പോവില്ല. പിന്നെ നമ്മുടെ അയലക്കുട്ടന്മാരെ വാരി നിരത്തുക, ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക, അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അടുപ്പിലാട്ടോ ഇവിടെ വെക്കുന്നത്. അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക രുചി വരും.